ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മകരഭരണിയെക്കുറിച്ചാണ്. നമുക്കറിയാം, മകരഭരണി, കുംഭഭരണി, മീനഭരണി ഈ 3 മാസങ്ങളിൽ വരുന്ന ഭരണി നക്ഷത്രത്തിന് വളരെയധികം പവറുണ്ട്. ഭദ്രകാളി അമ്മയെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. അന്ന് പറഞ്ഞ പരിഹാരം ക്ഷേത്രത്തിൽ ചെയ്ത് ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലം കിട്ടിയിരുന്നു. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചേക്കാം. ഈ വർഷവും നമ്മൾ അതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാ വർഷവും ഈ വരുന്ന 3 മാസങ്ങളിലെ ഭരണി നക്ഷത്രത്തിനും ഇത് ചെയ്യുന്നതാണ്. എനിക്കതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷകയായ ഭദ്രകാളി ദേവിയെ ഭജിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന പുണ്യദിനങ്ങളാണ് ഈ കുംഭം, മീനം, മകരം ഈ മാസങ്ങളിൽ വരുന്ന ഭരണി നക്ഷത്രം. ദുഷ്ടർക്ക് ഭയങ്കരിയും സ്നേഹിക്കുന്നവർക്ക് അമ്മയുമാണ് സാക്ഷാൽ ആദിപരാശക്തിയായ കാളിയമ്മ. ദേവിയുടെ വ്യത്യസ്തമായ ഭാവങ്ങളിൽ ഏറ്റവും പ്രത്യേകതയും ശക്തി നിറഞ്ഞതുമായിട്ടുള്ളതാണ് ഭദ്രകാളി ഭാവം എന്ന് പറയുന്നത്. ഭരണി വ്രതമെടുത്ത് അമ്മയെ പൂജിച്ചാൽ ദേവി എന്താണോ അവരുടെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കും. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര ഗോപിയുമാണ് ദേവി എന്ന് പറയുന്നത്. 2026 ജനുവരി 27 ചൊവ്വാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ ഭരണി നക്ഷത്രം വന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച കാളിദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ ദിവസം ഭരണി വന്നിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ശക്തിയെ കൂട്ടുന്നതാണ്. ഭരണി നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ 11:10 വരെയേ ഉള്ളൂ. എന്നാൽ പോലും ആ ദിവസം ഞാൻ ഈ പറയുന്ന കാര്യം ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി നിങ്ങൾക്കത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് ശേഷം, അപ്പോഴാണ് ഭരണി നക്ഷത്രം തിങ്കളാഴ്ച ആരംഭിക്കുന്നത്, അപ്പോഴും ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിവിശേഷമായ ഫലം നമുക്ക് തരുന്നത് നമ്മൾ ചൊവ്വാഴ്ച ചെയ്യുമ്പോഴാണ്. വ്രതമെടുത്ത് ഈ ഒരു വഴിപാട് ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ്. വ്രതമെടുക്കുന്നവർ മകരഭരണിയുടെ തലേ ദിവസമായ തിങ്കളാഴ്ച വ്രതം തുടങ്ങണം. കാർത്തിക നാൾ വരെയാണ് നമ്മൾ വ്രതം തുടർന്നു കൊണ്ടുപോകേണ്ടത്. വ്രത ദിവസം നമുക്ക് ഉച്ചയ്ക്ക് ഒരു നേരം ഊണ് കഴിക്കാം, രാവിലെയും വൈകിട്ടും മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം, അതായത് നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച്. അതിനുശേഷം കാർത്തിക നക്ഷത്രം വരുന്ന ബുധനാഴ്ച ക്ഷേത്രത്തിൽ പോയി തീർത്ഥം മേടിച്ച് സേവിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. എന്നാൽ തിങ്കളാഴ്ച നമുക്ക് ഉച്ചയൂണൊക്കെ കഴിക്കാം, രാവിലെ 2 നേരം മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. ചൊവ്വാഴ്ച കംപ്ലീറ്റ് ആയിട്ട് വ്രതമായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ സാധാരണ പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ബുധനാഴ്ച രാവിലെ നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വ്രത ദിവസം 2 നേരവും ദേവീക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയാൽ അത് വളരെ ഉത്തമമാണ്. ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും അത് ചെയ്താൽ നല്ലതാണ്. ദേവിക്ക് ചുമന്ന കളറിലെ പട്ട്, ചുമന്ന കളറിലെ പൂക്കൾ കൊണ്ടുള്ള ഹാരമൊക്കെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഒപ്പം തന്നെ നമ്മളും ചുമന്ന കളറിലെ വസ്ത്രം ധരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുല, വാലായ്മ, നോൺ വെജ് കഴിക്കുക, ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. ഇതൊക്കെ ഉള്ളവർ വ്രതം എടുക്കാനും പാടുള്ളതല്ല. അപ്പോൾ ചൊവ്വാഴ്ച സൂര്യോദയത്തിന് മുൻപ് നമ്മൾ ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ, ഇപ്പം കാളിദേവിയുടെ ഫോട്ടോ കണ്ടില്ലെങ്കിലും ദുർഗാദേവിയോ ഇനി ഏത് ദേവീഭാവമാണോ ഉള്ളത് അതിന് നല്ല ചുമന്ന കളറിലെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് ദേവിക്ക് മുമ്പിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം, ദേവീ മഹാത്മ്യം ഒക്കെ ജപിക്കാം. കാളിദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി കുങ്കുമം കൊണ്ടോ ചുമന്ന പൂക്കൾ കൊണ്ടോ അർച്ചന ചെയ്യുന്നത് വളരെ വളരെ വിശേഷമാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ സാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം. ഇത് കഴിഞ്ഞ വർഷവും ഞാൻ പറഞ്ഞു തന്നതാണ്. ഈ ഒരു ഒറ്റവരി മന്ത്രം മകരഭരണി മുതൽ മീനഭരണി വരെ എല്ലാ ദിവസവും ഒരാഗ്രഹം ദേവിക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ചൊല്ലുക. മകരഭരണിക്ക് ഇത് തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് ലളിതാ സഹസ്രനാമം, ദേവീ മഹാത്മ്യം, ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലിയുള്ള അർച്ചനകളൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും സമയമുള്ളവർക്ക് രാവിലെയും വൈകിട്ടും 48 പ്രാവശ്യം വെച്ച് ജപിക്കാം. അങ്ങനെ അല്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു നേരം 108 പ്രാവശ്യം ജപിച്ചാലും മതിയാകും. ദേവിയുടെ അത്ഭുത ശക്തിയുള്ള മൂലമന്ത്രമാണിത്. മന്ത്രം ഇതാണ്: ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ.
ഈ ഒരു മന്ത്രം ഞാൻ പറഞ്ഞതുപോലെ 2 നേരം പറ്റുന്നവർ 48 വെച്ച് ജപിക്കുക. അങ്ങനെയല്ല, ഒരു നേരം മാത്രം ജപിക്കാൻ സമയമുള്ളവർ 108 പ്രാവശ്യം വെച്ച് ജപിക്കുക. നമുക്ക് നമ്മുടെ ശത്രുദോഷം അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ടും കഴിയും. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തൊരു ആഗ്രഹമാണെങ്കിലും ദേവി അത് നമുക്ക് സാധിച്ചു തരും. ഇത് മകരഭരണി മുതൽ തുടർച്ചയായിട്ട് മീനഭരണി വരെ നമുക്കിത് ജപിക്കാവുന്നതാണ്. ഇനിയിപ്പം മകരം, കുംഭം, മീനം ഈ മാസങ്ങളിൽ വരുന്ന ഭരണി നക്ഷത്രത്തിൽ മാത്രമായിട്ട് ജപിക്കാം. അങ്ങനെയല്ലെങ്കിൽ തുടർച്ചയായിട്ട് 12, 21, 41 ദിവസങ്ങളിലായിട്ട് വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ്. ഈ മകരഭരണി ദിവസമായ ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാട്, അത് നമുക്ക് വീടിനടുത്തുള്ള ഏതൊരു ക്ഷേത്രത്തിലും ചെയ്യാം. എല്ലാവരുടെ വീടിനടുത്തും ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രം ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 108 നാരങ്ങ മേടിക്കുക. ഇനി 108 വാങ്ങിക്കാൻ പറ്റില്ലാത്തവർ 54 21 എണ്ണത്തിൽ നാരങ്ങ മേടിക്കണം. ഇതാണ് കണക്കെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ 108, പിന്നെ അങ്ങോട്ട് 54 അല്ലെങ്കിൽ 21. നാരങ്ങ മേടിക്കുമ്പോൾ നല്ല മഞ്ഞ കളറിലെ നാരങ്ങ തന്നെ നോക്കി മേടിക്കണം. കുത്തുകളോ പാടുകളോ ഒന്നും ഉള്ള നാരങ്ങ ആവരുത്. അത് വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവരിക. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ മുക്കി വെച്ച് ശുദ്ധമായ തുണി കൊണ്ട് തുടച്ചെടുത്തതിന് ശേഷം വാഴനാരുണ്ടെങ്കിൽ വാഴനാര് എടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ ചുമന്ന കളറിലെയോ മഞ്ഞൾ കളറിലെയോ ഒരു നൂലിൽ ഈ നാരങ്ങ കോർക്കണം. നാരങ്ങ കോർക്കുമ്പം ആരോടും സംസാരിക്കരുത്. നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമോ ദേവീ മഹാത്മ്യമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫോണിൽ പ്ലേ ചെയ്ത് അത് കേട്ടുകൊണ്ട് ഇത് കോർക്കാവുന്നതാണ്. കോർക്കുമ്പം നമ്മുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണ് സാധിച്ചു കിട്ടേണ്ടെന്ന് ആഗ്രഹം, ആ ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, ആ പ്രശ്നം തീർന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് ദേവിയോട് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ എത്ര നാരങ്ങയുണ്ടോ അത്രയും നാരങ്ങ കോർക്കാൻ. നാരങ്ങ കോർത്ത് ആ നാരങ്ങ ഒരു വാഴയിലോ പേപ്പറിലോ എടുത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുക. ദേവിക്ക് മുൻപിൽ ചെന്ന് ആ നാരങ്ങ നമ്മുടെ 2 കൈയിലും പിടിച്ച് നാരങ്ങാമാല മനസ്സിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ദേവിയോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ആ കോവിലിന് ചുറ്റും 3 പ്രാവശ്യം വലം വയ്ക്കണം. വലം വയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന മന്ത്രം, അല്ലെങ്കിൽ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടോ നിങ്ങൾക്ക് വലത്തു വയ്ക്കാം. വലത്ത് വെച്ചതിന് ശേഷം അതവിടെയുള്ള തിരുമേനിക്ക് ദേവിക്ക് ചാർത്താനായിട്ട് കൊടുക്കണം. അത് കൊടുക്കുമ്പം അമ്മയ്ക്കത് ചാർത്തുന്ന നിമിഷം വരെ അവിടെ നിന്ന് നമ്മൾ ഈ പ്രാർത്ഥന പറഞ്ഞുകൊണ്ടിരിക്കണം. അമ്മയ്ക്കത് കൊടുത്തു ചാർത്തിയതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ഗ്രഹനാഥൻ്റെയോ ഗ്രഹനായികയുടെയോ പേരിൽ ഒരു പുഷ്പാഞ്ജലി, അത് രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ കടും പായസമോ, ഇനി അങ്ങനെ അല്ലെങ്കിൽ വെറും പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കണം. അത് കഴിപ്പിച്ച് കിട്ടുന്ന സമയം കൊണ്ട് ആ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ കോണിൽ പോയിരുന്ന് ഒന്നുകിൽ ലളിതാ സഹസ്രനാമം ജപിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള ഏതെങ്കിലും മന്ത്രത്തിലൊന്ന് ജപിക്കാം. അത് ജപിച്ച ശേഷം വീണ്ടും ശ്രീകോവിലിന് മുൻപിൽ പോയി അമ്മയോട് നമ്മൾ പറയണം, ഞാൻ എൻ്റെ ഈ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നം അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് തിരിച്ചു പോവുകയാണ്. എത്രയും പെട്ടെന്ന് എനിക്കിതിനൊരു മറുപടി തരണം, തന്ന് അനുഗ്രഹിക്കണം എന്ന്. ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, തുടർച്ചയായിട്ട് വരുന്ന 3 ഭരണിക്കും ഞാൻ അമ്മയ്ക്ക് ഇതുപോലെ നാരങ്ങാമാല സമർപ്പിച്ചേക്കാം എന്നുള്ളത്. സാധിക്കുന്നവർക്ക് ചുമന്ന പൂക്കളും അതുപോലെ തന്നെ നല്ല പട്ടും ഒക്കെ വാങ്ങി അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. അതൊന്നുമില്ലെങ്കിലും ഈ ഒരു നാരങ്ങാമാല മാത്രം സമർപ്പിച്ചാലും മതിയാവും. ഇത് തുടർച്ചയായിട്ട് മകരം, കുംഭം, മീനം മാസങ്ങളിൽ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണിക്ക് മാത്രം ചെയ്താലും നമുക്ക് ഫലം ലഭിക്കുന്നതാണ്. വിശ്വാസപൂർവ്വം നിങ്ങളിരുന്ന് ചെയ്താൽ മതി. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. വിശ്വാസപൂർവ്വം തന്നെ നമ്മളിത് ചെയ്യണം. നമ്മുടെ പ്രാർത്ഥന സത്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ദേവി നമുക്ക് സാധിച്ചു തന്നിരിക്കും. നാരങ്ങാമാലയ്ക്ക് വളരെയധികം പവറുണ്ട്. പ്രത്യേകിച്ച് കാളിയമ്മയ്ക്ക് നാരങ്ങാമാല എന്ന് പറയുന്നത് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു വസ്തുവാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചുമന്ന കളറിൽ കുങ്കുമം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ ചില ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുകൊണ്ട് പോകുന്ന നാരങ്ങാമാല സ്വീകരിക്കില്ലായിരിക്കും. അപ്പം ക്ഷേത്രത്തിൽ നമുക്ക് നാരങ്ങാമാല കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് പ്രൊസീജിയേഴ്സ് ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിൽ പ്രാർത്ഥിച്ച് ദേവിക്ക് മുൻപിൽ നടക്കിൽ സമർപ്പിച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.